ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സബീന. കുറേ നാളായല്ലേ ഞങ്ങളിന്ന് വീഡിയോയിൽ വന്നിട്ട് കുക്കിംഗ് വീഡിയോ ഉണ്ട്. ഇപ്പോൾ ആ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കും. ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, വലിയ അത്ഭുതമായ ഒന്നുമല്ല. പഴംപൊരിയാണെന്ന് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായക്കുള്ള വെള്ളം വെച്ചേക്കാണ്. ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്? ചിലവർ വെള്ളം തിളച്ചിട്ട് ആണ് ഇത് ഇടാറ്. ഞാനങ്ങനെയല്ല, ഒന്നിച്ചാണ് എല്ലാം ഇടാറ്. അപ്പോൾ വേഗം പണി കഴിയുമല്ലോ. അതെ, കട്ടൻ ചായ എനിക്കിഷ്ടം. പിന്നെ പഴംപൊരിക്കുള്ള പഴം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. മൈദപ്പൊടി ഓൾറെഡി മൈദപ്പൊടി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര മധുരമുള്ള പഴമാണ്, എന്നാലും പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി. പിന്നെ ഇത്തിരി സോഡാപ്പൊടി. ഇതൊന്ന് പൊങ്ങാനായിട്ട് സോഡാപ്പൊടി ശകലം ചേർത്താൽ മതി, അധികമൊന്നുമില്ല. എനിക്ക് സോഡാപ്പൊടി ചേർന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വൈകിയാണെന്ന് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പെന്ന് പറയുമ്പോൾ സ്വല്പം ഒരു പിഞ്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കാം. എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പൊടിമോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണ്ടിട്ടാ, ആയാ നോക്കണാണ്. ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കഴിക്കൂല, ഭക്ഷണമൊന്നും കഴിക്കൂല. കോലം കണ്ടില്ല, എന്നെ അവളെയും കണ്ടാൽ അറിയാലോ. അവൾ ഭക്ഷണം കഴിക്കൂല, അവൻ പിന്നെയും കഴിക്കും, അവൾ കഴിക്കില്ല. അപ്പം ഇതിൻ്റെ മിക്സ് നമുക്ക് റെഡിയാക്കാം. ഇതിന് മിക്സാണത്. അപ്പോൾ മാവ് ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് മാവ് ഇരിക്കുന്നത്. മാവ് അപ്പോൾ ശരിക്കും നമുക്ക് മാവിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മാവ് കലക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ചായ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ചട്ടി വെക്കാൻ. ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വറുക്കാനുള്ള ചട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും വന്ന് അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചട്ടി ചൂടായ എണ്ണയിലേക്ക് ഞങ്ങൾക്ക് ഓരോ പഴംപൊരിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബൈ.